ഹായ്, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കറിയാം, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു എക്സാം എത്തിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാംസ് ഏകദേശം ഓഗസ്റ്റോട് കൂടി ഒരു 7 മാസത്തിന് ശേഷമാണ് നടക്കാൻ പോകുന്നത്. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്ന് എല്ലാവർക്കും അറിയാം. സിലബസ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫിസിക്സിൻ്റെ സിലബസ് ഒരു 30%, കെമിസ്ട്രി ഉൾപ്പെടെയുള്ള പല ടോപ്പിക്സും സബ്ജക്ട്സും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ബിടെക്കുകാർക്കും ഡിഗ്രിക്കാർക്കും അതുകൊണ്ട് തന്നെ BSc ഫിസിക്സുകാർക്കുമാണ് എക്സാംസ് എഴുതാൻ പറ്റുന്നത്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഫിസിക്സിൽ നിന്നുമുള്ള ഫിസിക്സിൻ്റെ കുറച്ച് MCQs പ്രീവിയസ് ഇയർ, അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം മാക്സിമം നമ്മളോടൊപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലല്ല എങ്കിലും കുറേയേറെ ടോപ്പിക്സ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ MCQs കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഹയസ്റ്റ് അറ്റ്. നമുക്കറിയാം, എപ്പോഴും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ചോദ്യമാണ് അല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് G ആണ്. അത് ഹയസ്റ്റ് ആയിട്ടുള്ളത് എവിടെയാണ്? പോൾസിലാണോ, അറ്റ് ആൻ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത്, ദ ഇക്വേറ്റർ, ദ സെന്റർ ഓഫ് ദി എർത്ത്. നമുക്കറിയാം, സെന്റർ ഓഫ് ദി എർത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ Gയുടെ വാല്യൂ 0 ആണെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അവിടെ Gയുടെ വാല്യൂ 0 ആണ്. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അറിയാമായിരിക്കണം. G is equal to gm/r² എന്നാണ്. എന്താണ് ഈ ക്യാപിറ്റൽ G? അത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. എന്താണ് M? അത് എർത്തിന്റെ മാസാണ്. ദെൻ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ് എർത്തിന്റെ. അപ്പം ഈ റേഡിയസിനെ ബേസ് ചെയ്താണ് ഇതിന്റെ ആൻസർ വരുന്നത് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, എർത്ത് ഒരു പക്കാ സ്ഫിയർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പോയിന്റ് പറയുമ്പം എർത്തിന്റെ സെന്ററിൽ നിന്നും മുകളിലോട്ടുള്ള ഈ പോയിന്റ്, ഇതിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത് അല്ലേ. ദെൻ ഈ റൈറ്റിലേക്കുള്ള അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കുള്ള ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പോയിന്റ് ആണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും റേഡിയസ് കൂടുതൽ ഡയഗ്രത്തിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, റേഡിയസ് കൂടുതൽ എവിടെയായിരിക്കും? ഇക്വേറ്ററിലായിരിക്കും. ഓക്കെ, സ്മോൾ ലെറ്റർ Gയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ gm/r² ആണ്. റേഡിയസിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് Gയുടെ വാല്യൂ കുറയും. കാരണം ഇക്വേഷൻ മനസ്സിലാക്കാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇക്വേറ്ററിൽ വരെ റേഡിയസ് കൂടുതലാണ്. അങ്ങനെയെങ്കിൽ Gയുടെ വാല്യൂ ഇക്വേറ്ററിൽ എന്തായിരിക്കും? കുറവായിരിക്കും. നേരെ തിരിച്ച് പോൾസിനെ കുറിച്ച് പറയുമ്പോൾ, പോളിൽ എത്തുമ്പോൾ ഈ റേഡിയസിന്റെ വാല്യൂ കുറവാണ്. അതുകൊണ്ട് തന്നെ Gയുടെ വാല്യൂ കൂടുതലായിരിക്കും. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഹയസ്റ്റ് അറ്റ്, എവിടെ ആയിരിക്കും? അറ്റ് ദ പോൾസ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മിനിമം അറ്റ്, എവിടെയായിരിക്കും? ദ ഇക്വേറ്റർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ Gയുടെ വാല്യൂ അല്ലെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി 0 ആയിരിക്കും. എവിടെ? സെന്ററിൽ എന്ന കാര്യവും മനസ്സിലാക്കി വെച്ചേക്കുക. യൂണിറ്റ് ഒക്കെ അറിയാവുന്നതാണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് നമുക്ക് വരുന്നത്, അറ്റ് ദ പോൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ ബോൾ ഇനിഷ്യലി അറ്റ് റെസ്റ്റ് falls freely from the top of a building and reaches a maximum velocity of 40 meters per second. Find the height of the building. Take G is equal to 10 meters per second square. ചെയ്യാം. നോക്കൂ, ഒരു ബോൾ ഉണ്ട്. ആ ബോൾ ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു. അപ്പോഴേ കിട്ടി, നമുക്കറിയാം 2 വെലോസിറ്റി പറയണം. അതിൽ ആദ്യത്തെ വെലോസിറ്റി u ആണ്. u is equal to 0 എന്ന് പറയാം. u is equal to 0 ആണല്ലോ. ദെൻ അതിനുശേഷം അത് ഫ്രം ടോപ്പ് ഓഫ് ബിൽഡിംഗ് ആൻഡ് റീച്ചസ് എ മാക്സിമം വെലോസിറ്റി, വെയിലെത്തി. എത്രയാണത്? 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയെന്നാണ് ചോദ്യം. നമ്മുടെ Gയുടെ വാല്യൂ പറഞ്ഞിരിക്കുന്നു. എങ്ങനെ ചെയ്യാം എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ലോസ് ഓഫ് മോഷന്റെ ഇക്വേഷൻ എന്താണ്? v² - u² is equal to 2as ആണേ. അപ്പൊ ഇക്വേഷൻ നോക്കുമ്പോൾ v² that is 40 × 40 എന്ന് കൊടുക്കാം. ദെൻ u is 0 ആണ്. സോ is equal to 2 × a യുടെ വാല്യൂ 10 ആണ് × s. ഈ s ആണ് നമ്മൾ ഈ പറഞ്ഞ ഹൈറ്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും എസ് അല്ലെങ്കിൽ ഹൈറ്റ് കാണാൻ പറഞ്ഞാൽ ഈസി ആണ്, ഒന്നുമില്ല. നമുക്ക് ചെയ്യുമ്പം 10ഉം ഈ കാണുന്ന 40ഉം പോയിട്ട് ഇവിടെ 4 വരും. ദെൻ 4ഉം 2ഉം പോയിട്ട് ഇവിടെ 2 വരും. സോ 2 × 40 എന്ന് വരും അല്ലേ. 2 × 40 ഈസ് 80 മീറ്റർ. സോ ആൻസർ ഈസ് 80 മീറ്റർ. ഓപ്ഷൻ ഡി
സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നമുക്കറിയാം ലോസ് ഓഫ് മോഷനിലെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. അതിലൊരു ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ആൻസർ കണ്ടെത്തിയത്. 80 മീറ്റർ എന്നാണ് നമുക്ക് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ആണ്, അത് ഹൈറ്റ് ആയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. സോ ഹൈറ്റ് ഈസ് 80 മീറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണേ? തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Consider a hypothetical planet with a mass equal to half that of Earth and radius is 1/3 that of the Earth. Okay? If g is the acceleration due to gravity on Earth, the acceleration due to gravity on the planet will. നല്ലൊരു ചോദ്യമാണ്. എങ്ങനെ ചെയ്യാം നോക്കൂ. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കുറിച്ചാണ് ചോദ്യം അല്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്നത് എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g is equal to gm/r² എന്നാവുന്നു. എർത്തിന്റെ കാര്യമാണ്. അതിൽ ജി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ല, നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ മാസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് ആണ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്ലാനറ്റിനെ കുറിച്ച്. ഒരു പ്ലാനറ്റ് ഇരിക്കട്ടെ, ഓക്കെ, വിത്ത് എ മാസ് ഈക്വൽ ടു ഹാഫ് ദാറ്റ് ഓഫ് ദി എർത്ത്. ഈ പ്ലാനറ്റിന്റെ പ്രത്യേകത, ഈ പ്ലാനറ്റിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൊടുക്കുവാണ്. മാസ് ഞാൻ MP അല്ലെങ്കിൽ M' എന്ന് കൊടുക്കുക. ഓക്കെ, അതിന്റെ മാസ് എന്ന് പറയുന്നത് ഹാഫ് ദാറ്റ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ മാസിന്റെ പകുതിയാണ്. ഓക്കെ, ദെൻ ആൻഡ് റേഡിയസ്, അതിന്റെ ഈ പ്ലാനറ്റിന്റെ റേഡിയസ് R' എന്ന് പറയുന്നത് 1/3 ദാറ്റ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ R/3 ആണ്. അങ്ങനെയെങ്കിൽ ജി ആണ് നമ്മുടെ എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം. അങ്ങനെയെങ്കിൽ എന്താണ് പ്ലാനറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? G' എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് G' എന്ന് എഴുതാം. G' is equal to അറിയാം gm/r² എന്നല്ലേ കൊടുക്കേണ്ടത്. അപ്പം gm'/r' എന്ന് വേണം എഴുതാൻ. ശരിയാണ്, ക്ലിയർ ആണ്. ദെൻ ഇവിടെ എഴുതുമ്പം G × M' എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്ലാനറ്റ്, ഹൈപ്പോത്തറ്റിക്കൽ പ്ലാനറ്റിന്റെ മാസ് ആണ്. അതെങ്ങനെ കൊടുക്കാം? m/2 എന്ന് കൊടുക്കാം. ശരിയല്ലേ? ബൈ r² ആണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ R' ആണ്. R' എന്ന് പറഞ്ഞാൽ R/3 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു. സോ സ്ക്വയർ. ഓക്കെ, ചെയ്യുമ്പോൾ നോക്കണം G' is equal to നോക്കണം m/2 അല്ലെ? എപ്പോഴും എഴുതുമ്പം G × m/2r ഈ 3² എന്ന് പറഞ്ഞാൽ 9 എന്ന് പറഞ്ഞ സാധനം മോളിൽ പോകും അല്ലേ? × 9 എന്ന് വരും. ഒന്നുകൂടെ നമ്മൾ എഴുതുവാണെങ്കിൽ 9/2 ഇപ്പോഴേ ആൻസർ വരും എല്ലാവർക്കും അല്ലേ? gm/r² എന്നുണ്ട്. r² എന്ന് കൊടുക്കാം. എന്താണ് gm/r²? മോളിൽ പറഞ്ഞായിരുന്നു. എന്താണ് gm/r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ആണ്. സോ 9/2g എന്ന് എഴുതാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 9/2g. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇക്വേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കിട്ടി 9/2g ഓർ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ തേർഡ് ക്വസ്റ്റ്യൻ. കിട്ടിയിട്ടുണ്ടേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. എ ബോഡി ഹാസ് എ വെയിറ്റ് W ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. വാട്ട് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഓൺ എ പ്ലാനറ്റ് whose mass is 15 times that of the earth and radius that is 4 times that of the earth? ഇപ്പൊ പറഞ്ഞ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ, ഗ്രാവിറ്റേഷണൽ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു ബോഡിയുടെ മാസ് W എന്ന് പറഞ്ഞിരിക്കുന്നു. അത് എർത്തിലെ കാര്യമാണ് പറഞ്ഞത്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓൺ എ പ്ലാനറ്റ് whose mass is നോക്കണം 15 ടൈംസ്. അപ്പം പ്ലാനറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാസ് M' എന്ന് പറയുന്നത് 15 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ 15 m ആണ് എർത്തിന്റെ. ഓക്കെ, റേഡിയസിനെ കുറിച്ച് R' എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് 4 ടൈംസ് ദാറ്റ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ 4r ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ഇതിന്റെ G' എന്ന് കണ്ടുപിടിക്കാം. എന്താ G' വരാൻ പോകും? നോക്കൂ, gm/m'/r' എന്നാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. അത് കൊടുക്കുമ്പോൾ gm' എന്താണ്? × 15m/r' എന്ന് പറഞ്ഞാൽ 4r the whole square എന്ന് എഴുതാം. ഓക്കെ, ഒന്നുകൂടെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. G × 15 × m. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടല്ലോ, അതെടുക്കാം. നമുക്ക് ഇവിടെ 4r² എന്നാണ് കൊടുത്തല്ലേ? നോക്കൂ, ഇവിടെ നിന്ന് നമ്മൾ 15/4 അങ്ങ് മാറ്റി. ഓക്കെ, 15/4 അല്ല, 15/16 ആണ് അല്ലേ? 15/16 ആണ് നമുക്ക് മാറ്റാൻ, കാരണം 4ന്റെ സ്ക്വയർ 15/16 ഇൻറ്റു ചെയ്യുമ്പം gm/r² എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ 15/16 ഇൻറ്റു എന്താ gm/r²? നമുക്കറിയാം സ്മോൾ ലെറ്റർ G ആണ് അല്ലേ? സ്മോൾ ലെറ്റർ G എന്ന് പറയുന്നത് എന്താണ്?
GM/r² അല്ലേ? അപ്പൊ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 15/16g എന്ന് കിട്ടി. എന്താ കിട്ടിയത്? G ഡാഷ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ 15/16g ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആൻസർ കിട്ടിക്കഴിഞ്ഞു. 15/16w എന്ന് എഴുതല്ലോ. 15/16w എന്നുള്ളതാണ് ഓപ്ഷൻ വരുന്നത്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം മാസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ mg ഡാഷ് കൊടുക്കുക, അപ്പുറത്തും mg കൊടുക്കുമ്പോൾ w വരുന്നത്. അതാണ് ഞാൻ ചെയ്തത്. 15/16 ഇൻറ്റു m ഇൻറ്റു g എന്ന് വരും. m ഇൻറ്റു g ആണ് 15/16 എന്ന് പറഞ്ഞാൽ w. സോ കിട്ടി. നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് വെയിറ്റ്. w ഡാഷ് ഇസ് ഈക്വൽ ടു 15/16 w എന്ന് കിട്ടി. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ഫോർത്ത് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദ ഫോഴ്സ് ഓഫ് ദ എർത്ത് ഗ്രാവിറ്റി ഓൺ എവറി കിലോഗ്രാം ഈസ് എബൌട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫോഴ്സ് കാണാനാണ്. എവിടുത്തെ? എർത്ത് ഗ്രാവിറ്റി കാരണമുള്ള ഫോഴ്സ്. എന്തില്? മാസ് എന്ന് പറഞ്ഞു. എവറി കിലോഗ്രാം എന്ന് പറഞ്ഞ മാസിന്റെ വാല്യൂ എത്രയാണ്? 1 കിലോഗ്രാം ആണെങ്കിൽ എത്രയാണ് ഫോഴ്സ് എന്നാണ് ചോദ്യം. നോക്കൂ, നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം. F is equal to എന്തുവാ? mg എന്നല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ m എന്ന് പറഞ്ഞാൽ 1 ആണ്. ജിയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടില്ല. നമ്മൾ 10 ആയിട്ട് എടുക്കുവാണെങ്കിൽ, കാരണം 9.8 ക്വസ്റ്റിന് പറയുവാൻ എടുക്കാം, അല്ലെങ്കിൽ 10 ആയിട്ട് എടുക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ 1 into 10, സോ 10 ന്യൂട്ടൺ എന്ന് പറയാം. സോ ആൻസർ വരുന്നത് 10 ന്യൂട്ടൺ. ഓപ്ഷൻ ബി. ഫിഫ്ത്ത് ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. Sixth question. The law of gravitation gives the gravitational force between. അറിയാം എന്താണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്? ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, വേണമെങ്കിൽ m1 m2 ബൈ d സ്ക്വയർ അല്ലേ? ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ? അല്ലെ F is equal to g into m1 m2 ബൈ d സ്ക്വയർ. ഇതാണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ എന്താണ്? രണ്ട് മാസ് ഉള്ള ബോഡീസ് അല്ലേ? എനി ടു ബോഡീസ് ഹാവിംഗ് സം മാസ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അല്ലാതെ ദ എർത്ത് ആൻഡ് സണ്ണിനെ കുറിച്ച് മാത്രമാണോ? അല്ല. ദ എർത്ത് ആൻഡ് പോയിന്റ് മാസ് ആണോ? അല്ല. ദെൻ എനി ടു ചാർജ്ഡ് ബോഡി. അങ്ങനെയാണ് എനി ടു ചാർജ്ഡ് ബോഡിയുടെ ആ ലോയെ വിളിക്കുന്ന പേരെന്തുവാ? അതാണ് കൂളംസ് ലോ അല്ലേ? ശരിയല്ലേ? അതാണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. അവിടുത്തെ എന്ത് ഫോഴ്സിനെ കുറിച്ചാണ് കൂളം ലോ പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? കൂളംസ് ലോ പറയുന്നത്. ആ ലോ പറയുമ്പം ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ r സ്ക്വയർ എന്നാണ്. ശരിയല്ലേ? ഇതാണ് കൂളംസ് ലോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് എനി ടു ബോഡീസ് ഹാവിംഗ് സം മാസ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ സിക്സ്ത് ക്വസ്റ്റ്യൻ. സെവൻത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Seventh question. A train accelerates from rest to a speed of 90 km/h in 5 minutes. നോക്കൂ, ആക്സിലറേറ്റ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പം u is equal to എത്രയാണ്? 0 ആണ്. v എന്ന് പറഞ്ഞാൽ 90 km/h എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം km/h എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. എന്ത് ചെയ്യണം? 90 ഇൻറ്റു km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും 18ഉം 90 പോയിട്ട് 5 ഇൻറ്റു 5 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. 5 മിനിറ്റ്സ് ടൈം പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് എന്നാണ്. 5 മിനിറ്റിന് എന്താക്കണം? സെക്കൻഡ് ആക്കണം. 5 ഇൻറ്റു 60 ചെയ്യണം. സോ 300 സെക്കൻഡ് എന്ന് കിട്ടി. അതും ഓക്കെ. Then assuming that at the acceleration is uniform. എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്സിലറേഷൻ യൂണിഫോം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സാധനം. നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പം നമ്മുടെ ലോ ഇക്വേഷനിലേക്ക് പോകും അല്ലേ? ലോ ഇക്വേഷനിലേക്ക് അല്ലേ? മോഷൻ ഇക്വേഷനിലേക്ക് പോകും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ട്രെയിൻ ഇൻ ദ സെയിം ടൈം വിൽ ബി. അപ്പോൾ നമ്മളോട് പറയുവാണ് ആക്സിലറേഷൻ യൂണിഫോം ആയിക്കൊണ്ട് ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷൻ വേണമെങ്കിൽ ലോസ് ഓഫ് മോഷൻ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഒറ്റ ഇക്വേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കൂടുതൽ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താകുമ്പോൾ? ആക്സിലറേഷൻ യൂണിഫോം ആകുമ്പോൾ. ആക്സിലറേഷൻ യൂണിഫോം ആയിട്ട് ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു u പ്ലസ് v ഇൻറ്റു ടി എന്നാണ് ഇക്വേഷൻ. S is equal to half into u plus v into t. അങ്ങനെയെങ്കിൽ ചെയ്യാം. ഹാഫ് ഇൻറ്റു u പ്ലസ് 0 പ്ലസ് v ഈസ് 25 അല്ലേ? ഇൻറ്റു ടി ഈസ് 300. സ്വാഭാവികമായിട്ട് ചെയ്യുമ്പം ക്യാൻസൽ ആയിട്ട് ഇവിടെ 150 എന്ന് വരും. 150 15 ഇൻറ്റു 25 ചെയ്യുമ്പോൾ നമുക്ക് 3750 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ കിലോമീറ്ററിലാണ്, അതുകൊണ്ട് 3.75 കിലോമീറ്റർ എന്ന് എഴുതാം. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഞാൻ ഈ ചെയ്ത ഭാഗം മനസ്സിലാക്കണം. ആക്സിലറേഷൻ യൂണിഫോം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മോഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. കാരണം നമുക്കറിയാം ആദ്യം നമ്മൾ എ കണ്ടുപിടിക്കണം
അല്ലേ? ശരിയല്ലേ? എ കണ്ടുപിടിക്കണം. എങ്ങനെ? വി മൈനസ് യു ഇസ് ഈക്വൽ ടു 80 നിന്നും വിയും യു ഉണ്ട് ടിയും ഉണ്ട്, അവിടെ നിന്ന് എ കണ്ടുപിടിക്കുക. എന്നിട്ട് എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തോ? എസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിനകത്ത് കൊടുത്ത് എ ഉണ്ട്, ഇപ്പൊ കിട്ടിയാൽ എസ് കിട്ടും. സെയിം വാല്യൂ തന്നെ കിട്ടും. ഈ പറഞ്ഞ 3.75 അല്ലെങ്കിൽ 3750 തന്നെ കിട്ടും. പക്ഷേ ഇങ്ങനെ ആക്സലേഷൻ യൂണിഫോം ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടി എന്നുള്ള ഇക്വേഷൻ. സോ 7th ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിയത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 8th question. The unit of g is the same as the unit of acceleration. സിമ്പിൾ ആണ്. ജിയുടെ യൂണിറ്റ് എന്താണ്? എല്ലാവർക്കും അറിയാം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാവുന്നു. ശരിയല്ലേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ജി മാക്സിമം വരുന്ന പോയിന്റ് ഒക്കെ ഇപ്പോൾ പഠിച്ചായിരുന്നു, പോളാണ്. ജി മിനിമം വരുന്ന പോയിന്റ് പഠിച്ചായിരുന്നു, ഇക്വേറ്റർ ആണ്. ഓക്കെ, ജിയുടെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം സി ആണ് നമുക്ക് 8th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 9th question. The weight of an object or person when measured on the surface of the earth is 60 Newton. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ വെയിറ്റ് എർത്തിൽ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്, നമുക്ക് വെയിറ്റ് എർത്തിൽ കിട്ടിയത് 60 ന്യൂട്ടൺ എന്നാവുന്നു. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ് വെൻ മെഷേർഡ് ഓൺ ദി സർഫസ് ഓഫ് ദി മൂൺ? അങ്ങനെയെങ്കിൽ മൂണിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വസ്തുവിന്റെ വെയിറ്റ് മെഷർ ചെയ്യാൻ എന്ത് കിട്ടും? നമുക്കറിയാം, ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡബ്ല്യു അല്ലേ, എന്താണ് ഡബ്ല്യു എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബ്ല്യു മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എർത്ത് ബൈ 6 1/6 ഓഫ് എർത്ത് ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 60/6 എന്ന് വരും. സോ 10 ന്യൂട്ടൺ നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 10 ന്യൂട്ടൺ ആൻസർ വരുന്നത്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് മാസിനെ കുറിച്ചാണെങ്കിൽ 60 കിലോഗ്രാം ആണ് ഈ പറഞ്ഞ വസ്തുവിന്റെ മാസ് എർത്തിൽ. അങ്ങനെയെങ്കിൽ മൂണിൽ എത്രയാണ് മാസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മൂണിലും മാസ് എത്ര തന്നെ ആയിരിക്കും? 60 തന്നെയായിരിക്കും. കാരണം മാസ് എങ്ങും മാറുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. എന്നാൽ ഈ പറഞ്ഞ വെയിറ്റ് മാറും. അതിന് കാരണം എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കേട്ടോ. കൂടാതെ ഒരു വസ്തുവിന്റെ മൂണിലെ വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ എർത്തിലുള്ള വെയിറ്റിന്റെ 1/6 ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയാൽ ഇതിന്റെ ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 10 ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10th question. The second equation of motion shows the relation between position or location and dash. എങ്ങനെ ചെയ്യാം നോക്കൂ. പറഞ്ഞിരിക്കുന്ന ഏത് ഇക്വേഷൻ ആണ്? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് അല്ലേ? ഇതിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞ എന്താണ്? വി മൈനസ് യു ഇസ് ഈക്വൽ ടു എന്നാണ് 80 എന്നാണ്. ഓക്കെ, ഇവിടുത്തെ ആദ്യത്തെ ടേം എന്താണ്? വി എന്നാണ്. വി എന്താണ്? വെലോസിറ്റിയെ കാണിക്കുന്നു അല്ലേ? വി എന്തിനെ കാണിക്കുന്നു? വെലോസിറ്റി. ദെൻ ലാസ്റ്റ് ടേം ഏതാണ്? ടി ആണ്, ടൈം. അപ്പം സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തൊക്കെ റിലേഷൻ കാണിക്കുന്നു വെച്ചാൽ എന്ത് പറയണം? വെലോസിറ്റിയും ടൈമും. രണ്ടാമത്തെ ഇക്വേഷൻ പറയാം, എന്താ? നമുക്കറിയാം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്താണ്? അത് ഒന്നെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഓക്കെ, അത് ലാസ്റ്റ് ടൈം എന്താണ്? ടി ആണ്. അതെന്താണ്? ടൈം. അപ്പം സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തിനെ കാണിക്കുന്നു? പൊസിഷൻ, ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസും ടൈമും. അതുകൊണ്ട് നമുക്കിപ്പോൾ ആൻസർ കിട്ടുമല്ലോ. സെക്കൻഡ് അല്ലേ ചോദിച്ചത്? അപ്പം പൊസിഷൻ, ലൊക്കേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ടൈം. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ തേർഡ് ഇക്വേഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്തുവാ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. ദെൻ ലാസ്റ്റ് ടൈം എന്താണ്? എസ് ആണല്ലേ? എസ് എന്തുവാ? ഈ പറഞ്ഞ കൂട്ട് പൊസിഷൻ, ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്തിനെ കാണിക്കും? വെലോസിറ്റിയും പൊസിഷൻ, ലൊക്കേഷൻ, ഡിസ്റ്റൻസ് കാണിക്കും. നമ്മുടെ ചോദ്യം സെക്കൻഡ് ആണ്, അതുകൊണ്ട് അറിയാം പൊസിഷൻ, ലൊക്കേഷൻ, ഡിസ്റ്റൻസും ടൈമും കാണിക്കും. ഫസ്റ്റും ലാസ്റ്റും ടൈം എടുത്താൽ മതി. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ 10th question. 11th question. When an object is moving with uniform speed, what will be its acceleration? ഒരു വസ്തു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്താണ് അറിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിന്റെ വെലോസിറ്റി അല്ലേ, വെലോസിറ്റി ആണ് നമ്മൾ പറയുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആക്സിലറേഷന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതേ കൂട്ട് തന്നെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതേ കൂട്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്നത് യൂണിഫോം, വെലോസിറ്റി യൂണിഫോം എന്നല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. യൂണിഫോം സ്പീഡിൽ യൂണിഫോം വെലോസിറ്റി പോവുകയാണെങ്കിൽ ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ 11th question. 12th question.
The gravitational force between two objects of mass m1 and m2 is directly proportional to അറിയാം F is directly proportional to m1 m2, F is inversely proportional to distance square. So easy ആയിട്ട് പറയാം answer is the product of two masses, that is m1 into m2. Option D is the right answer for question number 12. ഡയറക്റ്റ് കിട്ടുന്നതാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ നിന്ന് കിട്ടില്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓപ്ഷൻ ഡി is the right answer, m1 into m2. Next question. 13th question. The value of the acceleration produced by the weight of body does not depend on. പറഞ്ഞിരിക്കുന്നത് താഴെ പറഞ്ഞിട്ടുള്ള കാര്യം ശ്രദ്ധിക്കണം. The value of acceleration produced by the weight of body does not depend on എന്ന് പറഞ്ഞാൽ acceleration due to gravity. G ഇക്വേഷൻ എന്തുവാ? G m by r സ്ക്വയർ. ഇതിൽ നിന്ന് ആൻസർ കിട്ടും. അല്ലെ തന്നെ ഒരു വസ്തുവിന് നമ്മളിപ്പം അതിൻ്റെ സർഫസിൽ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് r, ഇവിടെയുള്ള ആക്സിലറേഷൻ ആണ് ഈ g എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം വസ്തുവിൻ്റെ മാസിൻ്റെ കാര്യം ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ല, മറിച്ച് ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓപ്ഷൻ ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, അത് വരത്തില്ല. ഓക്കെ, ദെൻ അടുത്ത് മാസ് ഓഫ് ദി ഫോളിംഗ് ഒബ്ജക്ട് m. ഇവിടെ സ്മോൾ ലെറ്റർ മാസ്, ഒബ്ജക്റ്റിന്റെ മാസിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ് ആൻസർ വരുന്നത്? മാസ് ഓഫ് ദി ഫോളിംഗ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ വെയിറ്റ് ഓഫ് ബോഡി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മാസ് ഓഫ് ദി ഒബ്ജക്ട്. എർത്ത് റേഡിയസ് ഉണ്ട്, ദെൻ എർത്ത് മാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി എന്നാണ്. ഇക്വേഷൻ അറിയാൻ കിട്ടും G is equal to gm by r square. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14th question. Let's say an imaginary planet whose mass and radius are both equal to half that of the Earth. If the acceleration due to gravity on the surface of the Earth is g, then what will be the acceleration due to gravity on the planet? വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി ഇത്രയുള്ള ചോദ്യം ഇപ്പോൾ ചെയ്തേ ഉള്ളൂ. ചെയ്ത് നോക്കാം. Let's an imaginary planet whose mass and radius are both equal to. നോക്കണം, ഒരു ഇമാജിനറി പ്ലാനറ്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ മാസ് എന്ന് പറഞ്ഞാൽ m ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് both are equal to half the earth. അപ്പോൾ m/2 ആണ്. ദെൻ റേഡിയസ് പറഞ്ഞിരിക്കുന്നത് r/2 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് if the acceleration due to gravity on the surface of the earth is g, അതറിയാം. ആ ജിയുടെ വാല്യൂ എത്രയാണ്? g m by r square എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഓഫ് ദ പ്ലാനറ്റ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ജി ഡാഷ് എന്താ? ജി ഡാഷിന്റെ ഇക്വേഷൻ ജി എം ഡാഷ് ബൈ ആർ ഡാഷ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ജി ഇൻറ്റു എം ഡാഷ് പറഞ്ഞാൽ m/2 ആണ്, ബൈ ആർ ഡാഷ് പറഞ്ഞിരിക്കുന്നത് r/2 ദ ഹോൾ സ്ക്വയർ. ചെയ്യുമ്പം കിട്ടും നമുക്ക് ജി എം ബൈ 2 ആർ സ്ക്വയർ മുകളിൽ 4 വരും. സോ കിട്ടുമ്പം 4/2 gm by r square. 4/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/2 എന്ന് വരും അല്ലേ? 1/2 gm by r square എന്താണ്? g ആണ്. സോ g അല്ലെങ്കിൽ g/2 ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് പഠിച്ചിരിക്കണം. കിട്ടിയത് ഇത്രയേ ഉള്ളൂ. പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിന്റെ പകുതിയായിരിക്കും, g/2. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 14th question. 15th question. What is the definition of power in physics? ഫിസിക്സിൽ പവറിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു ആക്ച്വലി എനർജി ബൈ ടൈം എന്നാണ് അല്ലേ? എനർജി ബൈ ടൈം എന്നുള്ളതാണ് പവറിന്റെ ഇക്വേഷൻ വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പം നമുക്കറിയാം വർക്ക് ബൈ ടൈം എന്ന് എഴുതാം അല്ലേ? വർക്ക് ബൈ ടൈം. അല്ലെങ്കിൽ ഓപ്ഷൻ പ്രഷർ ഇൻറ്റു വോളിയം, വർക്ക് ഡൺ ബൈ ടൈം, വർക്ക് ഡൺ ഇൻറ്റു ടൈം, പ്രഷർ ഇൻറ്റു വോളിയം. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എന്ത് വരും? വർക്ക് ഡൺ ബൈ ടൈം എന്നുള്ളതാണ് വരുന്നത്. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? എന്ത് യൂണിറ്റ് ആണ്? ഒരു സ്കെയിലാർ യൂണിറ്റ് ആണ് കേട്ടോ. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം വാട്ട് അല്ലെ? കിലോ വാട്ട് അല്ലെങ്കിൽ വാട്ട്, കൂടാതെ ഹോഴ്സ് പവർ എന്നും പറയാറുണ്ട്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാന്ന് ചോദിച്ചാൽ എന്ത് പറയും? 746 വാട്ടാന്ന് പറയും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വർക്കും അല്ലെങ്കിൽ തന്നെ പവറും തമ്മിലുള്ള കുറച്ച് കണക്ഷൻസ് ആണ് പറഞ്ഞത്. നമ്മുടെ ചോദ്യം പവർ എന്താണെന്നാണ്. സിമ്പിളായിട്ട് വർക്ക് ബൈ ടൈം. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോയിക്കോട്ടെ. 16th question. The unit what can be expressed as? പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കുമ്പോൾ വാട്ട്, വോൾട്ട്, ആംപിയറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം അല്ലെ? എന്താണ്? വർക്ക് ബൈ ടൈം എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ആണേ. ഇനി നോക്കേണ്ടത്, നമ്മൾ ഓൾറെഡി വോൾട്ടും ആംപിയറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു
വർക്ക് ബൈ ചാർജ് ആണ്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടുന്ന് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് വർക്ക് ഈസ് ഈക്വൽ ടു എന്ത് വരും? പൊട്ടൻഷ്യൽ അല്ലേ ഇൻറ്റു ചാർജ് എന്ന് വരും. ശരിയാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോൾട്ട് ആണല്ലേ, വോൾട്ട് ഇൻറ്റു ചാർജ് ക്യൂ ആണ്. ശരിയല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? വർക്കിൻ്റെ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ കൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. അങ്ങനെയെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു എന്ത് വരും? വർക്ക് ബൈ ടൈം അല്ല, വിച്ച് മീൻസ് വി ഇൻറ്റു ക്യൂ ബൈ ടൈം എന്ന് വരും. ഓക്കെ, ചാർജ് ബൈ ടൈം എന്ന് ടൈം ഇവിടെ കിടപ്പുണ്ട്. ചാർജ് ബൈ ടൈം എന്താണ്? ചാർജ് ബൈ ടൈം ഒന്നുമില്ല, അതാണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പോൾ കിട്ടി പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഇനി ഓപ്ഷനിൽ പോവുക. പവർ 1 വാട്ട് ഇസ് ഈക്വൽ ടു 1 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ. കാരണം വോൾട്ട് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്, കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ. സോ 1 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ. സോ ഓപ്ഷൻ വരുന്നത് 1 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 16. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 17th question. The kinetic energy possessed by a body of mass m 2 kg is 100 joule. The velocity of the body will be. നോക്കൂ, ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജി ആണ് പറഞ്ഞിരിക്കുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. കൈനറ്റിക് എനർജിയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 100 ജൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് എന്ന് പറയുന്നത് 2 ആണ് ഇൻറ്റു വി സ്ക്വയർ. ഇവിടെ നിന്ന് കാണേണ്ടത് വെലോസിറ്റി ആണ്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ 2 ഇൻറ്റു പോയിട്ട് 100 എന്ന് കിട്ടും. സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100 എന്ന് വരും. ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് കിട്ടും. കൈനറ്റിക് എനർജി ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. എ മൈക്രോഫോൺ കൺവേർട്സ്. അപ്പം എനർജി കൺവേർഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മൈക്രോഫോൺ നമുക്കറിയാം കുറച്ചേറെ എനർജി കൺവേർഷൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് മൈക്രോഫോൺ എന്ന് പറയുന്നത് സൗണ്ട് അല്ലേ, സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതാണ് എന്ത്? മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടി സൗണ്ട് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. എന്നാൽ നമുക്ക് മറ്റൊന്നുണ്ട്, നമ്മുടെ ലൗഡ് സ്പീക്കർ അല്ലേ. ലൗഡ് സ്പീക്കർ എന്താ സംഭവിക്കുന്നത്? ലൗഡ് സ്പീക്കറിൽ സംഭവിക്കുന്നത് എന്താണ്? നേരെ തിരിച്ചാണ്. എന്ത്? ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റും? സൗണ്ട് ആക്കി മാറ്റുന്നത് ആരാണ്? ഈ പറഞ്ഞ ലൗഡ് സ്പീക്കറാണ്. ഇത് രണ്ടും എപ്പോഴും ചോദ്യങ്ങൾ മാറി മാറി ചോദിക്കാറുണ്ട്. നമ്മുടെ ചോദ്യം മൈക്രോഫോണിനെ കുറിച്ചാണ്. സോ സൗണ്ട് എനർജി ഇൻറ്റു ഇലക്ട്രിക് എനർജി. നേരെ തിരിച്ചുള്ള ഓപ്ഷനും തൊട്ട് മുമ്പിൽ കിടപ്പുണ്ട്. സൗണ്ട് എനർജി ഇൻറ്റു മെക്കാനിക്കൽ, അതല്ല, ഇലക്ട്രിക്കൽ ഡയറക്റ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കാനുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19th question. 9,800 joules of energy was spent to raise a mass of 80 kilogram. ഒരു 80 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിനെ ഉയർത്താനായിട്ട് ഉപയോഗിച്ച എനർജി എന്ന് പറയുന്നത് 9800 ജൂൾസ് ആണ്. ദ മാസ് വാസ് റേസ് ടു എ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റ് വരെ ഈ മാസ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴറിയാം റേസ് ചെയ്യാൻ വേണ്ടിയുള്ള എനർജിയാണ്. എന്താണ്? അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അതിൻ്റെ ഇക്വേഷൻ എന്തുവാ? എം ജി എച്ച്. എച്ച് കാണാൻ എന്ത് ചെയ്യണം? ഒന്നുമില്ല. എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജി ബൈ എം ജി ചെയ്താൽ മതി. എന്താണ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്? വാല്യൂ എത്രയാണ്? 9800. സോ 9800 ബൈ എമ്മിൻ്റെ വാല്യൂ 80 ഇൻറ്റു ജിയുടെ വാല്യൂ നമുക്ക് 10 എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും 0000 പോയിട്ട് 98 ബൈ 8 എന്ന് വരും. 98 ബൈ 8 ഈസ് 12.25 മീറ്റർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 12.25 മീറ്റർ. സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ആൻസർ ആണ്, വലിയ കുഴപ്പമില്ല. 12.25 meter. So option C is the right answer for 19th question. Then 20th question. Two objects of mass 9 kilogram and 16 kilogram are moving with the same kinetic energy. Their linear velocity will be in the ratio of magnitude. പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഒരുത്തൻ്റെ മാസ് 9, മറ്റൊരുത്തൻ്റെ മാസ് 16. ഇത് സെയിം കൈനറ്റിക് എനർജി മൂവ് ചെയ്യണം. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v1 ആണെന്നിരിക്കട്ടെ, ഇത് മൂവ് ചെയ്ത് v2-ലാണെന്നിരിക്കട്ടെ. ഓക്കെ, സെയിം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൈനറ്റിക് എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സെയിം കൈനറ്റിക് ആയതുകൊണ്ട് KE1 ഇത് 1 ആണെങ്കിൽ ഇത് 2 ആണെങ്കിൽ KE1 is equal to KE2 എന്ന് കൊടുക്കാം. ഓക്കെ, കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്തുവാ? ഹാഫ് m1 v1 സ്ക്വയർ is equal to ഹാഫ് m2 v2 സ്ക്വയർ എന്ന് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ, 2 × 2 പോട്ടെ. ആദ്യം തന്നെ m1ന്റെ വാല്യൂ 9 ഇൻറ്റു v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m2ന്റെ വാല്യൂ 16 ഇൻറ്റു v2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് റേഷ്യോ ആണ്, എൻ്റെ റേഷ്യോ കാണാനാണ് ചോദ്യം അല്ലേ. അപ്പോൾ എന്താ? v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, 16 ബൈ
9 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പം സോ V1/V2 എടുക്കുമ്പം √ എന്ത് വരും 16/9 എന്ന് വരും. ദാറ്റ് ഈസ് 4/3 എന്ന് വരും. അല്ലെങ്കിൽ റേഷ്യോ പറയുമ്പോൾ എങ്ങനെ എഴുതാം 4:3. എന്താണ് 4:3? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 4:3 കിട്ടിയേ 20th ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ കുറച്ച് MCQs ആണ് ഇന്ന് ചെയ്തത്. നമ്മൾ സ്വാഭാവികമായിട്ടും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ ഫിസിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ചേറെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇത് മാത്രമല്ല ഇനി ടോപ്പിക്സ് വരാനുണ്ട്. കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പം മാക്സിമം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഈ വക ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ന്യൂമറിക്കൽസും ചോദിക്കും, അതിനോടൊപ്പം തന്നെ തിയറി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസും വരാം. നമ്മുടെ ബിടെക് ഓൾറെഡി പറഞ്ഞു, ബിടെക് അല്ലെങ്കിൽ BSc ഫിസിക്സുകാർക്കാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പം ഓൾറെഡി നമ്മുടെ ഇതിനുള്ള കോഴ്സസ്, ഈ എക്സാമിനുള്ള കോഴ്സസ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഓഗസ്റ്റിന് ശേഷമാണ് എക്സാം എത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു സമയം കിട്ടുന്നുണ്ട് പഠിക്കാനായിട്ട്. നല്ല രീതിയിൽ ഈ സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സസ് ജോയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം സ്വാഭാവികമായിട്ടും റെക്കോർഡ് ക്ലാസ്സും ലൈവ് സെഷൻസും മോക്ക് എക്സാംസും മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം എന്തെങ്കിലും എക്സാമിനെ കുറിച്ചോ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ചോ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാം നമ്മൾ ക്ലിയർ ആക്കി തരുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്മൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും ടച്ചിലിരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സമയമുണ്ട്. ചിന്തിച്ച് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഇനിയും വീണ്ടും ഒരു നല്ല സെഷനുമായിട്ട് കാണാം. ബൈ.